ഹായ് ഗൈസ്, T10 സീരീസിൻ്റെ പാർട്ട് 8 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാർട്ട് 1 മുതൽ പാർട്ട് 7 വരെയുള്ള വീഡിയോസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ആ വീഡിയോസിലെല്ലാം ഞാൻ ഓരോ വീഡിയോയിൽ 10 ചോദ്യം വീതം ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ചോദ്യം, അതിൻ്റെ ഉത്തരം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കുറച്ച് സമയവും തരുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കീറി മുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ആ ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ മാത്രമല്ല, അതുമായി പണ്ടുള്ള അസസറി ആയിട്ടുള്ള ഫാക്റ്റുകളെല്ലാം ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ പഠനമൊക്കെ ഉഷാറായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും. വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ നോട്ടും പേനയൊക്കെ എടുത്തോ, സീരിയസ് ആയിട്ടിരുന്നിട്ട് ഈ വീഡിയോ നമുക്ക് തുടങ്ങാം. ഇതിൽ ഞാൻ 10 ചോദ്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഫാക്റ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. നമുക്ക് ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പാർട്ട് 7 വീഡിയോയിൽ അതിൻ്റെ അവസാനം നിങ്ങൾക്ക് വർക്കിനായിട്ട് ഞാനൊരു ചോദ്യം തന്നു. നിങ്ങൾ ആ പാർട്ട് 7 വീഡിയോ കണ്ടവർക്ക് കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ടെന്ന് തരും. കുറേ പേര് ആൻസർ കമൻറ്റൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ, ആ വർക്ക് തന്ന ചോദ്യം ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് പാർട്ട് 8 വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഡാഷ് ഈസ് എൻട്രസ്റ്റഡ് വിത്ത് എ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഓഫ് ലേയിങ് ഡൗൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രൊഫഷണൽ കണ്ടക്ട് ആൻഡ് എറ്റിക്യൂറ്റ് ഫോർ അഡ്വക്കേറ്റ്സ് ഇൻ ഇന്ത്യ. ഓപ്ഷൻ എ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി സെൻട്രൽ ഗവൺമെൻറ്, ഓപ്ഷൻ സി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി ഹൈക്കോർട്ട്സ്. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ആസ് പെർ അഡ്വക്കേറ്റ്സ് ആക്ട് 1961. അഡ്വക്കേറ്റ്സ് ആക്ട് 1961 പ്രകാരം വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വിളിക്കാൻ കാരണം എന്താ? അഡ്വക്കേറ്റ്സ് ആക്ട് 1961 എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടാണ്. ആ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം വന്നിട്ടുള്ള ബോഡിയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. ഈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫംഗ്ഷനാണ് ഇവിടെ ചോദ്യമായിട്ട് കിടക്കുന്നത്. ലേയിങ് ഡൗൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രൊഫഷണൽ കണ്ടക്ട് ആൻഡ് എറ്റിക്യൂറ്റ് ഫോർ അഡ്വക്കേറ്റ്സ് ഇൻ ഇന്ത്യ. അഡ്വക്കേറ്റ്സിൻ്റെ കണ്ടക്റ്റും എറ്റിക്യൂറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട്ലൈൻ ചെയ്യുന്ന ആരാണ്? ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് വേറെ ഫംഗ്ഷൻ ഉണ്ട്, ടു സേഫ് ഗാർഡ് ദ റൈറ്റ്സ്, പ്രിവിലേജസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് അഡ്വക്കേറ്റ്സ്. അഡ്വക്കേറ്റ്സിന് റൈറ്റ്സ്, പ്രിവിലേജ്, ഇൻട്രസ്റ്റ് ഒക്കെ ആരാ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ്. പിന്നെ അതുപോലെ വേറെയും അവർക്ക് ഫംഗ്ഷൻസ് ഉണ്ട്. എന്താണ്? ടു പ്രൊമോട്ട് ലീഗൽ എഡ്യൂക്കേഷൻ ആൻഡ് ലേ ഡൗൺ സ്റ്റാൻഡേർഡ്സ് ഫോർ ലീഗൽ എഡ്യൂക്കേഷൻ. ലീഗൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ്സിൽ നിങ്ങൾക്ക് ഈ എൻട്രൻസ് ഒക്കെ റാക്ക് ചെയ്ത് ലോ കോളേജ് കയറണ്ടേ? ഈ ലോ കോളേജ് കയറുമ്പോൾ ആ ലോ കോളേജിൻ്റെ അഫിലിയേഷൻ കാര്യങ്ങളൊക്കെ ആരാണ് തീരുമാനിക്കുന്നത്? ഒരു കോളേജിന് ലോ കോളേജിൽ അഫിലിയേഷൻ കൊടുക്കണം, അത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് തീരുമാനിക്കുന്നത്. യൂണിവേഴ്സിറ്റിയും കാര്യങ്ങൾക്കും ഒക്കെ എല്ലാം ലോ എഡ്യൂക്കേഷൻ്റെ അഫിലിയേഷനും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും സിലബസ് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ലേ ഡൗൺ ചെയ്യുന്ന ആരാണ്? ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് പാർട്ട് 8 അല്ലെ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഓരോ ശരി ഉത്തരത്തിനും ഓരോ മാർക്കും, ഓരോ തെറ്റുത്തരത്തിനും -1. അപ്പോൾ വീഡിയോ കഴിഞ്ഞതിന് ശേഷം സ്കോർ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ ചിലപ്പോൾ ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, ചിലതൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ടെൻഷനും വെറിയൊന്നും വേണ്ട, ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതന്നെ ഉള്ളൂ. വാശിക്ക് പഠിക്കുക. ഒരു ചോദ്യം നമുക്ക് അറിയില്ല, അത് അറിയാണ്ട് ടെൻഷൻ അടിച്ചിരിക്കാതെ അത് കണ്ടെത്തി പഠിച്ചെടുക്കുക എന്നുള്ളതാണ്, ആ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ഏരിയ. കഴിഞ്ഞ വർഷം 5 ഇയറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ നോർത്ത് അമേരിക്ക, ഓപ്ഷൻ ബി ആഫ്രിക്ക, ഓപ്ഷൻ സി ഏഷ്യ, ഓപ്ഷൻ ഡി സൗത്ത് അമേരിക്ക. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ആഫ്രിക്കയാണ്. ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ടേംസ് ഓഫ് ഏരിയ ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏതാണ്? അത് ഏഷ്യയാണ്. സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ടേംസ് ഓഫ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ആഫ്രിക്കയാണ്. ഇനി സ്മോളസ്റ്റ് കോണ്ടിനെന്റ് ഏതാ? അത് ഓസ്ട്രേലിയ ആണ്. എത്ര കോണ്ടിനെന്റ്സിന് ടോട്ടലി? 7 കോണ്ടിനെന്റ്സ് ഉണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇവിടെയാണ് ചോദ്യം കൃത്യമായിട്ട് വായിക്കേണ്ടത്. ഇൻ ടേംസ് ഓഫ് ഏരിയ എന്നാണോ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ആഫ്രിക്കയാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നമുക്ക് രണ്ടാം ചോദ്യം: ദ ഡിസീസ് സ്കർവി ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ്. കഴിഞ്ഞ വർഷം 5 ഇയറിൽ ചോദിച്ചൊരു ചോദ്യം. ഓപ്ഷൻ എ വൈറ്റമിൻ സി, ഓപ്ഷൻ ബി വൈറ്റമിൻ ഡി, ഓപ്ഷൻ സി വൈറ്റമിൻ എ, ഓപ്ഷൻ ഡി വൈറ്റമിൻ ഇ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, വൈറ്റമിൻ സി. ഓക്കെ, ഇനി വൈറ്റമിൻ സിയുടെ സയൻറ്റിഫിക് നെയിം എന്താ? അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ സയൻറ്റിഫിക് നെയിം എന്താ? അസ്കോർബിക് ആസിഡ്. ഇനി വൈറ്റമിൻ B1ൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗത്തിൻ്റെ പേരെന്താ? ബെറി. ഓക്കെ, വൈറ്റമിൻ B1ൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗത്തിൻ്റെ പേരെന്താ? ബെറി. ഇനി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗത്തിൻ്റെ പേരെന്താ? റിക്കറ്റ്സ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടാണ് രോഗത്തിൻ്റെ പേരെന്താ?
റിക്കറ്റ്സ്. ഇനിയും അയഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന രോഗത്തിൻ്റെ പേരെന്താ? അത് ഗോയിറ്റർ. ഇനി അയേണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന രോഗത്തിൻ്റെ പേരെന്താ? അനീമിയ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടത്? വൈറ്റമിൻസ്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം, അതിന് ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന രോഗങ്ങൾ, ഇതെല്ലാം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പ്രീവിയസ് പേപ്പറിലൊക്കെ ധാരാളം ചോദ്യങ്ങൾ ആ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. മെട്ടൂർ ഡാം ഈസ് ബിൽഡ് അക്രോസ് റിവർ. കഴിഞ്ഞ വർഷം 5 ഇയറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ ഭവാനി, ഓപ്ഷൻ ബി കൃഷ്ണ, ഓപ്ഷൻ സി കാവേരി, ഓപ്ഷൻ ഡി വൈഗൈ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കാവേരി റിവറിന് കുറുകെയാണ് മെട്ടൂർ ഡാം. ഡാംസ് അതുപോലെ അത് ഏത് റിവറിന് കുറുകയാന്നുള്ളത് അത് നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഒരു 2 പ്രധാന ഡാമുകൾ തെഗരി ഡാം ഈസ് അക്രോസ് ദ റിവർ ഭഗീരഥി. ഓക്കെ. അതുപോലെ തന്നെ ഹിരാക്കുഡ് ഡാം ഈസ് അക്രോസ് ദ റിവർ മഹാനദി. രണ്ടാമത് തെഹരി ഡാമും തെഹരി ഡാം ഏത് റിവറിന് കുറുകയാണ്? ഭഗീരഥി. ഹിരാക്കുഡ് ഡാം ഏത് റിവറിന് കുറുകയാണ്? അത് മഹാനദി. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഫ്രെയിംഡ് ബൈ. കഴിഞ്ഞ വർഷം 3 ഇയറിൽ ചോദിച്ചൊരു ചോദ്യം. ഓപ്ഷൻ എ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി എ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ്, ഓപ്ഷൻ സി ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഓഫ് ഇന്ത്യ. The Constituent Assembly of India was formed as per the provision of Cabinet Mission Plan 1946. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946 പ്രൊവിഷൻ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോം ചെയ്യുക. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്തായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുക എന്നുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പണി. ഓക്കെ. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വാസ് ഫോംഡ് ഓൺ എന്നാണ്? December 6, 1946. December 6, 1946 ഇത് ഫോം ചെയ്തത്. ഇനിയും അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണ്. ഇറ്റ് വാസ് കൺവീൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫസ്റ്റ് മീറ്റിംഗ് എന്നായിരുന്നു? കൺവീൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് മീറ്റിംഗ് എന്നാ? December 9, 3 ദിവസത്തിന് ശേഷം, December 9, 1946. ഓർത്ത് വയ്ക്കാം, നോട്ട് ചെയ്ത് കൃത്യമായിട്ട് എഴുതി പഠിച്ചു വയ്ക്കാം. ഓക്കെ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ വേർഡ്സ് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ വെർ ആഡഡ് ടു ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കഴിഞ്ഞ വർഷം 3 ഇയറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ 42nd അമെൻമെൻറ്റ്, ഓപ്ഷൻ ബി 14th അമെൻമെൻറ്റ്, ഓപ്ഷൻ സി 18th അമെൻമെൻറ്റ്, ഓപ്ഷൻ ഡി 36th അമെൻമെൻറ്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 42nd അമെൻമെൻറ്റ് 1976. അപ്പോൾ ഇമ്പോർട്ടൻ്റ് അമെൻമെൻറ്റ്സ്, ആ അമെൻമെൻറ്റ്സിലെ എന്തൊക്കെ മേജർ അമെൻമെൻറ്റ്സ് അതൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ, അതിൻ്റെ വർഷം ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. 42nd അമെൻമെൻറ്റിൽ നടത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു അമെൻമെൻറ്റാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ. ഈ 2 വാക്കുകൾ എന്ത് ചെയ്തു? പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്തു. അതുപോലെ തന്നെ വേറെ 2 മേജർ അമെൻമെൻറ്റ്സ് കൂടെ ഞാൻ പറഞ്ഞുതരാം. പാർട്ട് 4A നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഈ പാർട്ട് 4A 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്ത് ഈ 42nd അമെൻമെൻറ്റ് വഴിയാണ്. അതുപോലെ തന്നെ ഇറ്റ് എക്സ്റ്റെൻഡഡ് ദ ടെന്യൂർ ഓഫ് ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫ്രം 5 years to 6 years. ലോക്സഭയുടെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ടെന്യൂർ 5 വർഷത്തിൽ നിന്ന് 6 വർഷം ആക്കി ഈ 42nd അമെൻമെൻറ്റ് വഴി. നമുക്കറിയാം ഇപ്പോൾ അത് 5 ആണെന്ന് അറിയാം. ഈ ഒരു അമെൻമെൻറ്റ് വഴി 5 6ലേക്ക് ആക്കിയത്. പിന്നെ അത് പിന്നീട് നടന്ന അമെൻമെൻറ്റിൽ എന്ത് ചെയ്തു? തിരിച്ച് 5ലേക്ക് തിരിച്ച് കൊണ്ടുവന്നു. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. The President of India can resign from his office at any time by addressing the resignation letter to. കഴിഞ്ഞ വർഷം 3 ഇയറിൽ ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ എ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി സ്പീക്കർ ഓഫ് ഇന്ത്യൻ ലോക്സഭ, ഓപ്ഷൻ സി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി ചീഫ് ജസ്റ്റിസ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഈ ഒരു ഭാഗം ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ നിങ്ങളുടെ മൈൻഡിൽ വേണം. ആർട്ടിക്കിൾ 56, ആർട്ടിക്കിൾ 61. ആർട്ടിക്കിൾ 56 ടെന്യൂർ ഓഫ് ഓഫീസ് ഓഫ് പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ പ്രസിഡന്റിന്റെ ഓഫീസിന് ടെന്യൂർ എന്ന് പറയുന്നത് 5 കൊല്ലമാണ്. ഓക്കെ. ഇനി പ്രസിഡന്റ് റിസൈൻ ചെയ്യണം. പ്രസിഡന്റ് റിസൈൻ ചെയ്യണമെങ്കിൽ ആ റെസിഗ്നേഷൻ ലെറ്റർ ആരെ അഡ്രസ്സ് ചെയ്തായിരിക്കണം? വൈസ് പ്രസിഡന്റ്. ഇനി വൈസ് പ്രസിഡന്റ് റിസൈൻ ചെയ്യണമെങ്കിൽ ആ റെസിഗ്നേഷൻ ലെറ്റർ ആരെ അഡ്രസ്സ് ചെയ്തായിരിക്കണം? അത് പ്രസിഡന്റിന്റെ അഡ്രസ്സ്. മ്യൂച്വലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഇനി 56 ടെന്യൂർ, 61 എന്താ? 61 ഈ വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഇംപീച്ച്മെന്റ്. പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇംപീച്ച്മെന്റ്. ഓർത്ത് വയ്ക്കുക, പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇംപീച്ച്മെന്റ്. ഈ ഇംപീച്ച്മെന്റ് ചെയ്യണം എന്ത് റീസൺ, എന്ത് കാരണത്തെ ഇംപീച്ച് ചെയ്യണം? ഒറ്റ കാരണത്തിൽ മാത്രമേ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ദിസ് ഇസ് ദ സോൾ റീസൺ. വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു റീസണിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓർത്ത് വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇനി നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. നമുക്ക്
ഓൺ വിച്ച് ഡേറ്റ് ഈസ് ദ വേൾഡ് ഹീമോഫീലിയ ഡേ ഒബ്സർവ്ഡ് ഈച്ച് ഇയർ ഗ്ലോബലി? ഓപ്ഷൻ എ ഏപ്രിൽ 16, ഓപ്ഷൻ ബി ഏപ്രിൽ 18, ഓപ്ഷൻ സി ഏപ്രിൽ 17, ഓപ്ഷൻ ഡി ഏപ്രിൽ 15. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏപ്രിൽ 17 ആണ്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ, വേൾഡ് ഹീമോഫീലിയ ഡേ എന്ന, വൈൽഡ് ലൈഫ് ഡേ എന്ന, ക്യാൻസർ ഡേ എന്ന, അതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ ലിസ്റ്റ് പോലെ മന്ത് വൈസ് തിരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലിസ്റ്റ് പോലെ ഉണ്ടാക്കി പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഒരു കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം, എല്ലാ വർഷം ഈ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഒരു തീമും കൂടി ഉണ്ടാവും. ഒരു തീം, THEME, ഒരു തീമും കൂടി ഉണ്ട്. അത് ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് വേണ്ടി ഒരു തീമായിരിക്കും, അല്ലെങ്കിൽ ഓരോ വർഷം ഓരോ തീമാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ആ തീമുകളും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വരിക. അപ്പോൾ വേൾഡ് ഹീമോഫീലിയ ഡേ 2026 തീം ഞാൻ പറഞ്ഞുതരാം. ഡയഗ്നോസിസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു കെയർ. ഡയഗ്നോസിസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു കെയർ, അതാണ് വേൾഡ് ഹീമോഫീലിയ ഡേ 2026 തീം. നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Who was named the 2026 Person of the Year by the Harvard South Asian Association? ഓപ്ഷൻ എ ആലിയ ഭട്ട്, ഓപ്ഷൻ ബി ദീപിക പദുക്കോൺ, ഓപ്ഷൻ സി പ്രിയങ്ക ചോപ്ര, ഓപ്ഷൻ ഡി സൈനി ഗുപ്ത. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സൈനി ഗുപ്തയാണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. When will World Wildlife Day 2026 be observed globally? ഓപ്ഷൻ എ മാർച്ച് 1, ഓപ്ഷൻ ബി മാർച്ച് 2, ഓപ്ഷൻ സി മാർച്ച് 5, ഓപ്ഷൻ ഡി മാർച്ച് 3. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, മാർച്ച് 3. വൈൽഡ് ലൈഫ് ഡേ എന്ന് പറയുന്നത് മാർച്ച് 3 ആണ്. ഇനി വേൾഡ് വൈൽഡ് ലൈഫ് ഡേ 2026 തീം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഓക്കെ, മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റ്സ് കൺസേർവിങ് ഹെൽത്ത്, ഹെറിറ്റേജ് ആൻഡ് ലൈവ്ലിഹുഡ്. ഒന്നുകൂടെ ഞാൻ പറയാം. മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റ്സ് കൺസേർവിങ് ഹെൽത്ത്, ഹെറിറ്റേജ് ആൻഡ് ലൈവ്ലിഹുഡ്. ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഈ തീമും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കാം. നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് കൺട്രി അനൗൺസ്ഡ് എ സ്ട്രാറ്റജിക് എനർജി പാർട്ട്ണർഷിപ്പ് വിത്ത് ഇന്ത്യ ആൻഡ് എഗ്രീഡ് ഓൺ എ CAD 2.6 ബില്യൺ യുറേനിയം സപ്ലൈ ഡീൽ ഇൻ മാർച്ച് 2026? ഓപ്ഷൻ എ കാനഡ, ഓപ്ഷൻ ബി ഓസ്ട്രേലിയ, ഓപ്ഷൻ സി യുണൈറ്റഡ് കിങ്ഡം, ഓപ്ഷൻ ഡി ജർമ്മനി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കാനഡയാണ് അതിൻ്റെ ആൻസർ പറയുന്നത്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാവുള്ളൂ. കുഴപ്പമില്ലെന്നേ, ഇതൊക്കെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ടെൻഷനും വെറിയൊന്നും ആവണ്ട, അയ്യോ ഇതൊന്നും എനിക്ക് കണ്ടിട്ടില്ലല്ലോ, ഞാനൊന്നും പഠിച്ചിട്ടില്ലേ, അങ്ങനെ ചോദ്യമൊന്നും, അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സേ വേണ്ട. വാശിയോടെ പഠിക്കുക. അറിയാത്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് പഠിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ സ്കോർ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ടില്ല, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ വർക്കിന് വേണ്ടി തരികയാണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത വീഡിയോയിൽ പാർട്ട് 9 വീഡിയോയിൽ ഞാൻ തുടക്കത്തിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കുള്ള വർക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. യൂണിയൻ ബഡ്ജറ്റ് ഈസ് പ്രസന്റഡ് ഇൻ ഓപ്ഷൻ എ ലോക്സഭ, ഓപ്ഷൻ ബി രാജ്യസഭ, ഓപ്ഷൻ സി ജോയിന്റ് സിറ്റിംഗ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ, ഓപ്ഷൻ ഡി അതേഴ്സ്. അപ്പോൾ ഈ ചോദ്യം എന്താ ചോദിക്കുന്നത്, യൂണിയൻ ബഡ്ജറ്റ് എവിടെയാണ് പ്രസന്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അവിടെ ഇതെവിടെയാണ്, ലോക്സഭയിലാണോ രാജ്യസഭയിലാണോ? ഇനിയും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ബഡ്ജറ്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഉൾപ്പെടെയുള്ളതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ അറിയുന്നവർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോ, അറിയാത്തവർ എന്ത് ചെയ്യുക, നോക്കി പഠിച്ചു വയ്ക്കുക. ഈ ക്വസ്റ്റൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. പാർട്ട് 8 വീഡിയോ കംപ്ലീറ്റ് ആയി 10 ക്വസ്റ്റ്യൻസ് അതിൻ്റെ ബന്ധപ്പെട്ട ഫാക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ളായി ഉറപ്പായിട്ട് സപ്പോർട്ട്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ അയച്ചോളൂ ഗൈസ്. താങ്ക് യു.